ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അയൺ പ്രൊഫൈൽ ടെസ്റ്റിനെ പറ്റിയാണ്. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ അയൺ പ്രൊഫൈൽ ടെസ്റ്റിനുള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അനീമിയ അഥവാ വിളർച്ച അഥവാ രക്തക്കുറവ്. ഇതിൽ സാധാരണയായി നമ്മുടെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസിനുണ്ടാകുന്ന കുറവ് മൂലമാണ് അനീമിയ ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിൽ റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ് പോലുള്ള സെല്ലുകളുണ്ട്. ഇതിൽ RBCക്ക് ഉണ്ടാകുന്ന കുറവ് മൂലമാണ് അനീമിയ ഉണ്ടാകുന്നത്. ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും, രണ്ട് മൈക്രോസ്കോപ്പിക് ഇമേജസ് ആണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തേത് ഒരു നോർമൽ ആളുടെ ശരീരത്തിലെ ബ്ലഡ് സെല്ലിൻ്റെ കൗണ്ടും, രണ്ടാമത്തേത് അനീമിക്കായിട്ടുള്ള ഒരു പേഷ്യൻറ്റിലെ ബ്ലഡ് സെല്ലിൻ്റെ കൗണ്ടുമാണ്. അനീമിക്കായിട്ടുള്ള ഒരു പേഷ്യൻറ്റിൽ, അതായത് ഗണ്യമായി ഹീമോഗ്ലോബിൻ കുറയുന്നവരിൽ ചിലരിൽ ചിലപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതിന് കാരണം എന്തെന്നാൽ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ, RBCക്കുള്ളിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിൻ മോളിക്യൂള് ഓക്സിജനെ ക്യാരി ചെയ്യുന്നുണ്ട്. അതിലെ അയണാണ് ഓക്സിജനെ ക്യാരി ചെയ്യുന്നത്. അയണിലാണ് ഓക്സിജൻ ബൈൻഡ് ചെയ്ത് കാണപ്പെടുന്നത്. അതായത് RBCയിലുള്ള ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ആ ഒരു മോളിക്യൂള്, ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ പിഗ്മെൻറ്റിലെ ആ ഒരു മോളിക്യൂളിന് രണ്ട് പാർട്ടുണ്ട്. അതായത് ആ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ രണ്ട് പാർട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഹീം എന്നും മറ്റേത് ഗ്ലോബുലിൻ എന്ന് പറയുന്നു. ഇതിൽ ഹീം എന്ന് പറയുന്ന പാർട്ട് അയൺ കണ്ടെയ്നിങ് പാർട്ടും ഗ്ലോബുലിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ കണ്ടെയ്നിങ് പാർട്ടുമാണ്. ഈ അയൺ കണ്ടെയ്നിങ് പാർട്ടിലാണ് ഓക്സിജൻ വന്ന് ബൈൻഡ് ചെയ്ത് കാണപ്പെടുന്നത്. അപ്പോൾ അനീമിക്കായിട്ടുള്ള ഒരു പേഷ്യൻറ്റിൽ RBC കുറയുന്നു, അതുവഴി ഹീമോഗ്ലോബിനും കുറയുന്നു. അതുകൂടാതെ ഓക്സിജൻ, ഇപ്പോൾ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ അയൺ അതിനകത്ത് കാണില്ല. അതിൻ്റെ ഫലമായി ഓക്സിജൻ ബൈൻഡ് ചെയ്യാനുള്ള സ്ഥലവും കിട്ടുന്നില്ല. അങ്ങനെ ഓക്സിജൻ്റെ അളവും ശരീരത്തിൽ കുറയുന്നു. ഇതുമൂലം അനീമിക്കായിട്ടുള്ള പേഷ്യൻസിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി പോലുള്ളവ അനുഭവപ്പെടുന്നു. RBCയുടെ പ്രൊഡക്ഷന് അയണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം RBC 120 ഡേയ്സിന് ശേഷം RBCയുടെ ആയുസ് നഷ്ടപ്പെടുകയും അതിനുശേഷം പുതിയ RBCകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അയണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുകൂടാതെ അയണ് മസിൽസിനും എല്ലാം ആവശ്യമാണ്. ഞാൻ മുൻപേ പറഞ്ഞ സിംറ്റംസ് ഒക്കെയുള്ള പേഷ്യൻറ്റിന് ഡോക്ടേഴ്സ് അയണിൻ്റെ അളവറിയാനും ഹീമോഗ്ലോബിൻ്റെ അളവറിയാനും എല്ലാം പലതരം ടെസ്റ്റുകൾ എഴുതാറുണ്ട്. അതിലൊന്നാമത് സാധാരണയായി എഴുതുന്ന ടെസ്റ്റാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അതായത് അതിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് അറിയാം. അതുപോലെ തന്നെ അനീമിയ എന്ത് കാരണം കൊണ്ടാണ്, ഏത് തരത്തിലുള്ള അനീമിയാണ് എന്ന് നമുക്ക് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് വഴി അറിയാൻ സാധിക്കും. അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ MCV, MCH, MCHC പോലുള്ള പാരാമീറ്റർ ടെസ്റ്റ് ചെയ്യുന്നത് വഴി അത് ഏത് തരത്തിലുള്ള അനീമിയാണെന്ന് ഡോക്ടറിന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊരു ടെസ്റ്റാണ് അയൺ പ്രൊഫൈൽ ടെസ്റ്റ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ടെസ്റ്റിനെ പറ്റിയാണ് കൂടുതലായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അയൺ പ്രൊഫൈൽ ടെസ്റ്റിൽ വരുന്ന ടെസ്റ്റുകൾ അയൺ, ട്രാൻസ്ഫെറിൻ, TIBC, ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി ആൻഡ് ഫെറിറ്റിൻ. ഇത്രയും ടെസ്റ്റുകളെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ കൊടുത്തിരിക്കുന്നത് സാധാരണയായി നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന്, അതായത് ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അയൺ സാധാരണയായി സംഭവിക്കുന്നത് ഇൻറ്റസ്റ്റൈനിൽ ചെന്ന് അതിലെ ഡിയോഡിനെ അബ്സോർബ് ചെയ്യുന്നു. അത് നോർമലായിട്ട് നടക്കുന്ന കാര്യമാണ്. ഡിയോഡിനെ അബ്സോർബ് ചെയ്യുകയും ഡിയോഡിനത്തിൽ അബ്സോർബ് ചെയ്യുന്ന അയൺ പിന്നീട് എറിത്രോപോയസിസിന് വേണ്ടിയിട്ട് പോകുന്നു. അതായത് എറിത്രോപോയസിസ് എന്ന് പറയുന്ന RBCയുടെ പ്രൊഡക്ഷന് പറയുന്ന പേരാണ് എറിത്രോപോയസിസ് എന്ന് പറയുന്നത്. RBCയോ അഥവാ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷന് അയണ് പിന്നീട് പോകുകയും ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിലെ മസിൽസ്, ലിവർ ഇങ്ങനെയുള്ള ഓർഗനുകളിലോട്ടും അയണ് ചെന്ന് സ്റ്റോർ ചെയ്ത് കാണപ്പെടുന്നു. നമ്മൾ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ എന്താണ് സംഭവിക്കുന്നത്? അയൺ ഡെഫിഷ്യൻസി അനീമിയയെ പറ്റി പറഞ്ഞു. ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ എന്താണ് സാധാരണയായി സംഭവിക്കുന്നത്? അവിടെ അയണിൻ്റെ കുറവാണ്. അയണിൻ്റെ കുറവെന്ന് പറയുന്നത് RBC കുറയുന്നതോ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറയുന്നതോ കൊണ്ടാണ് അവിടെ അയൺ കുറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഒന്നെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതായിരിക്കും അയണിൻ്റെ കുറവ്.
അപ്പോൾ അല്ലെങ്കിൽ ജെനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബ്ലഡ് ലോസ് മൂലമായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ അയൺ ചെല്ലാതെ വരുമ്പോൾ ഡിയോഡിനത്തിലുള്ള അബ്സോർപ്ഷൻ കുറയുന്നു. അതുവഴി ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ അഥവാ ആർ ബി സിയുടെ പ്രൊഡക്ഷനൊക്കെ അവിടെ കുറഞ്ഞു വരുന്നു. അപ്പോൾ ആർ ബി സിയുടെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ സാധാരണയായിട്ട് അത് അനീമിയയിലോട്ട് ലീഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് വഴി സ്റ്റോറേജ് ചെയ്യാനുള്ള ഫോം ആയിക്കോട്ടെ, ഫെറിറ്റിൻ എന്ന് പറയുന്ന ഫോം ആയിക്കോട്ടെ, ഇവയെല്ലാം അവിടെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതെല്ലാം അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അയൺ ഓവർലോഡാകും. അതായത് ചില ഫുഡിൽ നിന്നായിക്കോട്ടെ എല്ലാം നമുക്ക് ഓവറായിട്ട് ചിലരുടെ ശരീരത്തിൽ അതിൻ്റെ അബ്സോർപ്ഷൻ കൂടുതലായി കാണപ്പെടും. മെയിനായിട്ടുണ്ടാകുന്ന ജെനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ്. അതിലൊരു കണ്ടീഷനാണ് ഹീമോക്രൊമറ്റോമിസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇതിൽ അയൺ ഓവർലോഡ് കൂടുതലായി കാണപ്പെടുന്നു. അതായത് ശരീരത്തിൽ കൂടുതലായിട്ട് അയൺ ഉണ്ടാകുന്നതിനെ നമ്മൾ ഫുഡിൽ നിന്ന് കഴിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അയൺ ഉണ്ടാകുന്നതിനെ ആ ഡിയോഡിനം എന്ന് പറയുന്ന പാർട്ട് അളവിൽ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നത് വഴി അത് ലിവറിലോട്ടെല്ലാം പോയി കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നു. നോർമലായിട്ട് നമ്മുടെ ലിവറിലും ഹേർട്ടിലും മസിൽസിലും എല്ലാം അയൺ സ്റ്റോർ ചെയ്ത് കാണപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു കേസിൽ അയണിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുകയാണെങ്കിൽ ആ സമയത്ത് ഈ സ്റ്റോറേജ് ഫോമിലുള്ള അയൺ ചെന്ന് അവിടെ നമുക്കത് നമ്മുടെ ബോഡി അതിനെ സ്വയമേ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇങ്ങനെയുള്ള അയൺ ഓവർലോഡിൽ കൂടുതലായിട്ട് അയൺ ചെന്ന് അക്യുമുലേറ്റ് ചെയ്ത് കാണപ്പെടുന്നു. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ലിവറിലായിക്കോട്ടെ അയൺ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അത് ശരിക്കും ലിവറിന് ടോക്സിക് ആണ്. അപ്പോൾ ലിവറിനുണ്ടാകുന്ന സെൽസിന് ഡാമേജ് ഉണ്ടാകുകയും അതുവഴി സിറോസിസ്, അങ്ങനെയുള്ള ബിലിറൂബിൻ കൂടുന്നു, അങ്ങനെയുള്ള പല കണ്ടീഷനിലോട്ടും ലീഡ് ചെയ്യും. ഇത് ഹീമോക്രൊമറ്റോമിസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതിൽ കൂടുതലായിട്ട് അയൺ ഓവർലോഡാണ് ഉണ്ടാകുന്നത്. അതായത് അയണിൻ്റെ അബ്സോർപ്ഷൻ കൂടുതലായിട്ട് ജെനറ്റിക് ആയിട്ടുള്ള, അതായത് അത് ഹെറിഡിറ്ററി ആയിട്ട് പേരൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ജെനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ആ ശരീരത്തിൽ നടക്കുന്ന ഓവർലോഡാണ്. അത് എപ്പോഴും ഓർഗൻസിന് അതെപ്പോഴും ദോഷം തന്നെയാണ്. ഇതിൽ ഞാൻ മുൻപേ പറഞ്ഞു, ട്രാൻസ്ഫെറിൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് പ്രോട്ടീനാണ്. അതായത് അയണിനെ ഫെറിക് സ്റ്റേറ്റിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീനാണ് ട്രാൻസ്ഫെറിൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫെറിൻ ഉണ്ടാകുന്നത് ലിവറിലാണ്. ഈ ലിവറിൽ നിന്ന് ഈ ട്രാൻസ്ഫെറിൻ അയണിനെ പല ഓർഗനുകളിലോട്ടും കൊണ്ടു കൊടുക്കുന്നു. അയൺ പ്രൊഫൈൽ ടെസ്റ്റിലെ ഒരു ടെസ്റ്റാണ് ട്രാൻസ്ഫെറിൻ എന്ന് പറയുന്നത്. അത് കൂടാതെ അയൺ ഉണ്ട്, ട്രാൻസ്ഫെറിൻ, ഫെറിറ്റിൻ, TIBC എന്നീ ടെസ്റ്റുകളും ഉണ്ട്. ഫെറിറ്റിൻ എന്ന് പറയുന്നത് ഒരു ബ്ലഡ് പ്രോട്ടീനാണ്. ഇത് അയണിനെ സ്റ്റോർ ചെയ്ത് കാണപ്പെടുന്നു. അതായത് അയണിൻ്റെ സ്റ്റോറേജ് ഫോമാണ് ഫെറിറ്റിൻ എന്ന് പറയുന്നത്. ലിവറിലും ഹാർട്ടിലും മസിൽസിലും എല്ലാം ഫെറിറ്റിൻ എന്ന് പറയുന്ന ഫോമിലാണ് അയൺ സ്റ്റോർ ചെയ്ത് കാണപ്പെടുന്നത്. ഇതുകൂടാതെ ഇൻഫ്ലമേറ്ററി കണ്ടീഷനുകളിലും ഫെറിറ്റിൻ ഇൻക്രീസ് ചെയ്ത് കാണപ്പെടാറുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഒരു കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഇത് ഫെറിറ്റിൻ കൂടിയത് അയൺ ഡെഫിഷ്യൻസി കൊണ്ടാണോ, അല്ലെങ്കിൽ കാരണം ഇൻഫ്ലമേറ്ററി കണ്ടീഷനുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഫെറിറ്റിൻ കൂടാറുണ്ട്. അപ്പോൾ നമ്മൾ മറ്റ് പല ട്രാൻസ്ഫെറിന്, TIBC, അയണ് ഇങ്ങനെയുള്ള ടെസ്റ്റുകളെയും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളൊരു ലാസ്റ്റ് ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ എത്തുന്നത്. ഇതിൽ അടുത്തൊരു ടെസ്റ്റാണ് ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി. TIBCയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയണിന് എന്തുമാത്രം ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതാണ്. അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ അയൺ കുറവാണെന്ന് നമുക്കറിയാം, പക്ഷേ TIBC കൂടുതലായിരിക്കും. കാരണം എന്തെന്നാൽ TIBCയിൽ എന്താണ് ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ അയൺ കുറയുമ്പോൾ ആ അയൺ എത്തിച്ചേർന്നിട്ടില്ല, അത് ബൈൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ അത്രയും വേക്കൻ്റ് ആണ്, അപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ അതുവഴി അയൺ കുറയുകയും ബൈൻഡിങ് കപ്പാസിറ്റി കൂടുകയും ചെയ്യുകയാണ്. കാരണം അയൺ അവിടെ ബൈൻഡ് ചെയ്തിട്ടില്ല, അപ്പോൾ ബൈൻഡിങ് കപ്പാസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ അയൺ ഡെഫിഷ്യൻസി അനീമിയ, സിഡറോബ്ലാസ്റ്റിക് അനീമിയ, താലസീമിയ ആൻഡ് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഇത് സിഡറോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത് ഒരു ഡിസോർഡറാണ്. RBCയിൽ കൂടുതലായിട്ട് അയൺ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് സിഡറോബ്ലാസ്റ്റിക് അനീമിയ. താലസീമിയ എന്ന് പറയുന്ന ജീന് ഇൻഹെറിറ്റഡ് ആയിട്ട് കാണപ്പെടുന്ന ഒരു
പ്രോബ്ലമാണ്. അതായത് ഹീമോഗ്ലോബിൻ മോളിക്യൂളിനുണ്ടാകുന്ന പ്രശ്നം മൂലം ഉണ്ടാകുന്നതാണ് താലസീമിയ. നമ്മളൊരു അയൺ പ്രൊഫൈൽ ടെസ്റ്റ് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന ഒരു അയൺ പ്രൊഫൈൽ ടെസ്റ്റിന് അതിനകത്ത് ഇത്രയും ടെസ്റ്റുകൾ പറയുന്നു. സിറം അയോൺ, TIBC, ഫെറിറ്റിൻ ഇത്രയും കൊടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണോ, അല്ലെങ്കിൽ സിഡ്രോബ്ലാസ്റ്റിക് ആണോ, താലസീമിയ ആണോ എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റു പല ടെസ്റ്റുകളുടെയും ഡിപ്പെൻഡൂടെ ചെയ്തിട്ടായിരിക്കും അത് ഏത് അനീമിയാണെന്ന് ഡോക്ടർ പറയുന്നത്. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ സാധാരണയായി നമുക്കറിയാം അയൺ കുറയുന്നത് വഴി അയൺ കുറയുമ്പോൾ അവിടെ ബൈൻഡിങ് സൈറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ TIBC ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി അവിടെ കൂടുതലായി കാണപ്പെടുന്നു. അതുകൂടാതെ അയൺ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് സ്റ്റോറേജ് ആയിട്ടുള്ള അയണും കുറയും. സ്റ്റോറേജ് ആയിട്ടുള്ള അയൺ ഏതാണ്? ഫെറിറ്റിൻ. അതും കുറയുന്നു. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ അയണും കുറയും, ഫെറിറ്റിനും കുറയും. പക്ഷേ ബൈൻഡിങ് സൈറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നു. ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. സിഡറോബ്ലാസ്റ്റിക് അനീമിയയിൽ താലസീമിയയിലും സെയിം ആണ്. ഞാൻ പറഞ്ഞു സിഡറോബ്ലാസ്റ്റിക്കിൽ അയണിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പം അയൺ കൂടുന്നു, അതുവഴി ഫെറിറ്റിനും കൂടുന്നു. താലസീമിയയിലും അതുപോലെ തന്നെയാണ്. പിന്നീട് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിൽ സിറം അയോണിൻ്റെ അളവ് കുറയുന്നു, TIBCയുടെ അളവും കുറയുന്നു. പക്ഷേ ഫെറിറ്റിൻ അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അതിന് കാരണം ഫെറിറ്റിൻ എന്ന് പറയുന്നത് ലിവറിലും ഹേർട്ടിലും എല്ലാം പോയി സ്റ്റോർ ചെയ്യുന്നത് പോലെ തന്നെ റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിലും പോകുന്നുണ്ട്. അതായത് RBCയുടെ ഡിസ്ട്രക്ഷനും എല്ലാം നടക്കുന്നതാണ് അവിടെ. അപ്പോൾ അതിൽ നിന്നും ഉള്ള അയണിനെ റീറ്റെയിൻ ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഈ റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിൽ. അതുകൊണ്ട് തന്നെ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിൽ വരുമ്പോൾ ഫെറിറ്റിൻ ഇൻക്രീസ് ആയി കാണപ്പെടുകയും അയണ്, TIBC എന്നിവ ഡിക്രീസ് ആയിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു. അതായത് RBCയുടെ ഡിസ്ട്രക്ഷൻ കൂടുതലായിട്ട് അവിടെ നടക്കുകയാണ്. അപ്പോൾ ഡിസ്ട്രക്ഷൻ നടക്കുന്നത് വഴി റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിലുള്ള ഈ പറയുന്ന RBCയിൽ നിന്നായിക്കോട്ടെ ഹീമോഗ്ലോബിനിൽ നിന്നായിക്കോട്ടെ അയണിനെ റിട്ടൈൻ ചെയ്ത് അവിടെ ഫെറിറ്റിനായിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ക്രോണിക് ഡിസീസിൽ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിൽ അയണും TIBCയും കുറഞ്ഞാലും ഫെറിറ്റിൻ ഇൻക്രീസ് ചെയ്ത് കാണപ്പെടുന്നതിന് കാരണം ഇതാണ്. അപ്പോൾ ഒരു അയൺ ഡെഫിഷ്യൻസി ആയിക്കോട്ടെ, സിഡ്രോബ്ലാസ്റ്റിക്, താലസീമിയ അല്ലെങ്കിൽ അയൺ ഓവർലോഡ് ആയിക്കോട്ടെ, അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയൺ പ്രൊഫൈൽ ടെസ്റ്റ് വഴി ഏത് ടൈപ്പാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതുകൂടാതെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ഇങ്ങനെയുള്ള ടെസ്റ്റ് വഴിയും ഒരു അയണിൻ്റെ അളവ്, ശരീരത്തിലെ അയണിൻ്റെ അളവ് അഥവാ ഹീമോഗ്ലോബിൻ്റെ അളവ് അനീമിയ ആണോ അല്ലെങ്കിൽ ഓവർലോഡ് ആണോ എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ അയണിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടാണെന്നാണ് പ്രധാനമായി മനസ്സിലാക്കുന്നത്. അല്ലാതെ ജനറ്റിക് ഫാക്ടേഴ്സ് കൊണ്ടും എല്ലാം അയണിൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും നമ്മളൊരു അയൺ സപ്ലിമെൻ്റ് എടുക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഏറ്റവും നല്ലൊരു അയൺ റിച്ച് ആയിട്ടുള്ളൊരു കണ്ടൻ്റാണ്. ബ്രൊക്കോളി, റെഡ് മീറ്റ്, അതായത് ലിവർ അങ്ങനെയുള്ള ഇതിലൊക്കെ അയണിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ലെഗ്യൂംസ്, ഹോൾ ഗ്രെയിൻ, ഫോർട്ടിഫൈഡ് ഫുഡ്സ്, പംകിൻ സീഡ്സ് ഇവയെല്ലാം അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.